23 സർ. 23. ഓക്കെ, നോക്കാം. 80 കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എത്താൻ പറ്റും തോന്നണം, അറിയില്ല. നമ്മളിനി പോയിന്റിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മെറീഡിയൻ ഒക്കെ നിങ്ങൾ പ്രസ് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആരോ നസീബ മാമാണ് പറഞ്ഞത് എനിക്ക് എല്ലാവരുടെയും പെയിൻ തോന്നുന്നുണ്ടെന്ന്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രസ് ചെയ്തപ്പോൾ വല്ല വേദനകൾ കുറയുകയോ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട് സാറ്. പിന്നെ സാർ എന്നോട് മറ്റേ ഒരു നല്ല പെയിനുള്ള ഭാഗത്ത് മറ്റൊരു കുരുമുളക് വെക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് സാറ് പറഞ്ഞ പോലെ. അപ്പോ ഒരാഴ്ചയില്ലേ പറഞ്ഞിട്ട്? ഇല്ല, മിനിഞ്ഞാന്നാണ് ഞാൻ വോയിസ് അയച്ചത് സാറിന് പേഴ്സണലായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന്റെ മുമ്പ് ഞാൻ പ്രസ് ചെയ്തിരുന്നു എല്ലാ ഭാഗത്തും. സാറ് മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞു നല്ലോണം പെയിനുള്ള ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം L1 L2 നല്ലോണം പെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ അത് L4, ഇപ്പൊ L6 ഇപ്പൊ ഉള്ളത്. അപ്പൊ ഞാൻ രാത്രിയിലാണ് കുരുമുളക് വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഉണ്ട് നല്ല വ്യത്യാസമുണ്ട്. മറ്റേത് എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോ ഭയങ്കര ക്ഷീണവും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാർ എന്നോട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നാളെ കൂടെ കഴിഞ്ഞ് നാളെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിപ്പം ജിങ്വൽ പോയിന്റ്സ്, അതായത് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു 60 പോയിന്റ് പഠിച്ചു. ആ 60 പോയിന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ മെറിഡിയനിലും 5 എണ്ണം വീതം. ഈ 5 പോയിന്റ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഗ്രൂപ്പിംഗ് സെക്ഷനിൽ. ഇത് വന്നിട്ട് ഒരു പുഴ തുടങ്ങി കടലിൽ പോയി അവസാനിക്കുന്നത് പോലെ ഈ യുവാൻ ചി ക്രിയേറ്റ് ആയിട്ട് ചീയായിട്ട് മാറുന്നതിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട 5 സ്റ്റേഷൻസ്ന്നോ 5 ട്രാൻസ്ഫോമേഴ്സ്ന്നോ 5 ലൊക്കേഷനോ 5 പോയിന്റ് എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ആ പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ലങ് മെറീഡിയനിലെ പോയിന്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് പോയിന്റ് പഠിക്കുന്ന സമയത്ത് വിരലുകളുടെ അറ്റത്തിൽ നിന്നും കൈമുട്ടിലേക്ക്, അല്ലെങ്കിൽ കാലിലാണെങ്കിൽ കാലുകളുടെ വിരലുകളുടെ അറ്റത്ത് നിന്നും കാൽമുട്ടിലേക്കുള്ള പാത്താണ് പഠിക്കുക. കാരണം നമ്മൾ പറഞ്ഞു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ദ ഫ്ലോ ഓഫ് റിവർ പോലെ ചീയുടെ ഫ്ലോവിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ വിരലുകളുടെ അറ്റത്ത് ഇപ്പം നമ്മൾ ആദ്യം ഓർഗൻസ് ഒക്കെയാണ് വെക്കുക. ഓർഗൻസിൻ്റെ വിരലുകളുടെ അറ്റത്തുള്ള എല്ലാ പോയിന്റും വുഡായിരിക്കും. ഇപ്പോൾ ഓർഗൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ പെരിക്കാർഡിയം വരും. പെരിക്കാർഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് വരും. ഹാർട്ട് കഴിഞ്ഞാൽ സ്പ്ലീന് വരും. സ്പ്ലീന് കഴിഞ്ഞാൽ ലിവർ വരും. ലിവർ കഴിഞ്ഞാൽ കിഡ്നി. അങ്ങനെ 6 ഓർഗൻ ഉണ്ട്. ഈ വിരലുകളുടെ അറ്റത്ത് വരുന്ന എല്ലാ ഓർഗണിൻ്റെയും പോയിന്റ് വുഡ് എന്നാണ് തുടങ്ങുക. വുഡ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ക്രിയേറ്റീവ് സൈക്കിൾ നമ്മൾ ആൾറെഡി പഠിച്ചു. ക്രിയേറ്റീവ് സൈക്കിൾ വുഡ് ക്രിയേറ്റ്സ് ഫയർ, ഫയർ ക്രിയേറ്റ്സ് എർത്ത്, എർത്ത് ഹോൾഡ്സ് മെറ്റൽ, മെറ്റൽ ബിക്കംസ് വാട്ടർ. ആ ഒരു സൈക്കിൾ പോലെ തന്നെ വുഡിൽ നിന്ന് തുടങ്ങി വാട്ടറിൽ അവസാനിക്കുകയാണ് ഇൻമെറീഡിയൻസിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ വിരലുകളുടെ അറ്റത്താണ് അത് ഇൻമെറീഡിയൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്ത് പോയിന്റ് ആയിരിക്കും? വുഡ് പോയിന്റ് ആയിരിക്കും. അതിന് പൊതുവെ വിരലുകളുടെ അറ്റത്തുള്ളത് ഏതാണെങ്കിലും ശരി അതിനെ ജിങ്വൽ പോയിന്റ് എന്നാണ് നമ്മൾ പഠിച്ചു. ഇതിനകത്ത് LU11 എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം. നമ്മൾ കുറേ അക്യുപഞ്ചർ പോയിന്റുകൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, പുതിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ചിത്രത്തിനെയാണ് ഫോക്കസ് ചെയ്യുക. ചിത്രത്തിനെയല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ആ ലൊക്കേഷൻ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ട് മറ്റേ അനാട്ടമി ഫിസിയോളജി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുണ്ടാവാം, അല്ലെങ്കിൽ ഹൗസ് വൈഫായിരിക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പുതിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ന് കാലത്ത് അതിൻ്റെ കൺഫ്യൂഷൻസ് ആവശ്യമില്ല. നമുക്ക് ഏതാണോ സംശയമുള്ള വാക്കുകൾ ആ വാക്കുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ചിത്രവും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മാക്സിമം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ചിത്രത്തിന് സെക്കൻഡറി പ്രാധാന്യമേ ഉള്ളൂ. ചിത്രങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. ഓക്കെ, അപ്പോൾ ഈ LU11 എന്നുള്ള പോയിന്റാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ഒരു സ്കെച്ചോ പേനയോ എന്തെങ്കിലും എടുക്കുക. സ്കെച്ചായിരിക്കും നല്ലത്.
എടുത്തു വെക്കുക, നിങ്ങളുടെ കൈകളിൽ അമർത്തി ആ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മൾ മെറീഡിയൻ പാത്വേ പഠിച്ചു, ഏകദേശം അതേ ഏരിയ തന്നെയാണ് ഈ പോയിന്റ്സ് ഒക്കെ വരിക. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് LU11 ആണ്. LU എന്ന് പറഞ്ഞാൽ ലങ്ങിന്റെ ഷോർട്ട് ഫോം ആണ്. ഒരു മിനിറ്റ്. അതായത് LU11 എന്നുള്ളത് ലങ്ങിന്റെ 11ാമത്തെ പോയിന്റ് ആണെന്നാണ്. ലങ് എന്ന് പറയുന്ന മെറീഡിയന്റെ 11ാമത്തെ പോയിന്റ് എന്നാണ് അർത്ഥം. അത് വുഡ് പോയിന്റ് ആണ്. അപ്പൊ ഇത് വുഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ് എന്ന് പറയുന്നത് മെറ്റൽ മെറീഡിയൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ പ്രകൃതിയിലുള്ളതിലെല്ലാം തന്നെ അണ്ടം എന്താണോ അത് തന്നെയാണ് പിണ്ടെന്ന് പറഞ്ഞു. പഞ്ചഭൂതങ്ങളാലാണ് ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും പഞ്ചഭൂതങ്ങളുണ്ട്. അപ്പൊ പഞ്ചഭൂതങ്ങൾ ഏതിലും ഉണ്ട്, ഓരോ എലമെന്റിനകത്തും ഉണ്ട്. പക്ഷെ ഹൈലൈറ്റ് ചെയ്യുന്നത് മെറ്റൽ എലമെന്റ് ആണെങ്കിൽ മെറ്റലിനെ ഹൈലൈറ്റ് ചെയ്യും, വാട്ടർ ആണെങ്കിൽ വാട്ടറിനെ ഹൈലൈറ്റ് ചെയ്യും, ഫയർ ആണെങ്കിൽ ഫയറിനെ ഹൈലൈറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇനിയാങ് പഠിക്കുന്ന സമയത്ത് എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുടെ അംശം ഉണ്ടാവും, എല്ലാ സ്ത്രീകളിലും ഒരു പുരുഷന്റെ അംശം ഉണ്ടാവും. പക്ഷെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഏതാണോ അതാണ് നമ്മൾ കാണുന്നത് എന്നേ ഉള്ളൂ. ഇപ്പൊ ചില മറ്റേ സിനിമകളിലോ അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടറിനെ തന്നെ കാണാം, പുറത്തൊക്കെ ഭയങ്കര വീരശൂര പരാക്രമിയായിരിക്കും. വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ ഭാര്യ ഒന്ന് തുറച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പുരുഷന്മാരുണ്ട് അല്ലേ. അവിടെ വീട്ടിലെത്തുന്ന സമയത്ത് വെളിയിൽ എല്ലാവരെയും ബാക്കിയുള്ളവരെയൊക്കെ ഡോമിനേറ്റ്. ഒരു മിനിറ്റ്. അപ്പം എന്താ പറഞ്ഞു വന്നത്? അപ്പോൾ ആ ഡോമിനന്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ലങ് മെറീഡിയനിലും അല്ലെങ്കിൽ ലങ് എന്ന എലമെന്റിനകത്തും എന്തൊക്കെയുണ്ട്? വുഡ് ഉണ്ട്, ഫയർ ഉണ്ട്, എർത്ത് ഉണ്ട്, മെറ്റൽ ഉണ്ട്, വാട്ടറും ഉണ്ട്. ഫയറിനകത്തും മെറ്റൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, വുഡ് ഉണ്ട്, ഫയർ ഉണ്ട്, എർത്ത് ഉണ്ട്. എല്ലാത്തിനും എല്ലാം ഉണ്ടാവും. പക്ഷെ അത് ഡോമിനന്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രം. അപ്പൊ ലങ് എന്ന് പറയുന്ന മെറീഡിയനിലെ വുഡ് പോയിന്റ് അല്ലെങ്കിൽ മെറ്റൽ മെറീഡിയനിലെ വുഡ് പോയിന്റ് എന്ന് പറയുന്നത് LU11 ആണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ ലൊക്കേഷൻ എഴുതുന്നത് മോഡേൺ മെഡിസിന്റെ അനാറ്റമിക്കൽ വ്യൂ പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ ഓൺ ദ റേഡിയൽ സൈഡ് ഓഫ് ദ തമ്പ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മറ്റേ മോഡേൺ മെഡിസിന്റെ അനാറ്റമി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2 കൈകൾ താഴെ വെച്ച് തള്ളവിരലുകൾ ശരീരത്തിന്, അതായത് ഉള്ളം കൈയിന്റെ ഉൾവശം കാണുന്ന രീതിയിൽ നിൽക്കുമ്പോൾ തള്ളവിരൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാറ്ററൽ സൈഡിലാണ് വരിക. അപ്പോൾ ഓൺ ദ റേഡിയൽ സൈഡ് ഓഫ് ദ തമ്പ്, റേഡിയൽ സൈഡ് എന്ന് പറഞ്ഞാൽ ആന്റീരിയർ, അതായത് തള്ളി നിൽക്കുന്ന ഭാഗം. അബൌട്ട് 0.1 ചൂൺ പോസ്റ്റീരിയർ ടു ദ കോർണർ ഓഫ് ദ നെയിൽ, അതായത് നമ്മുടെ നഖത്തിന്റെ അവിടെ 0.1 ചൂണായിട്ട് വരുന്ന സ്ഥലമാണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ തള്ളവിരൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ മോഡേൺ മെഡിസിൻ നിൽക്കുന്ന സമയത്ത് ഇതാണ് പൊസിഷൻ. മോഡേൺ മെഡിസിന്റെ പൊസിഷനിൽ എൻ്റെ കൈ ഇങ്ങനെയായിരിക്കും മുൻവശത്ത് കാണിച്ചിട്ട്. അപ്പോൾ ലാറ്ററൽ സൈഡിലാണ്. അതുകൂടാതെ ഈ സ്ഥലത്താണ് വരുന്നത്. ഇതും ലാറ്ററൽ സൈഡിലാണെങ്കിൽ റേഡിയൽ ബോണിന്റെ ഈ വശത്തായിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഈ കൈ ഇവിടെ നേരെ തിരിച്ച് അക്യുപഞ്ചറിന്റെ അനാറ്റമിയിലാണ് കാണിക്കുന്നത്. ഈ നഖക്കോണിന്റെ ഭാഗത്താണ് വരിക. ഈ നഖക്കോൺ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണുന്നുണ്ടാവും. ഞാൻ ഒരു മിനിറ്റ് മാർക്ക് ചെയ്ത് തരാം. ഒരു മിനിറ്റ്, ഞാൻ സ്കെച്ച് എടുത്തോട്ടെ. നിങ്ങൾക്ക് കാണുമോ എന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. സാർ എനിക്ക് കാണുന്നില്ല. അതായത് ഈ വീഡിയോ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കറുത്ത കുത്ത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടല്ലോ, ചെറുതായിട്ട് കാണില്ലേ? സാർ എനിക്ക് കാണുന്നില്ല. കണ്ണാടി ഇട്ട് നോക്കൂ. കണ്ണാടി കിട്ടുന്നെങ്കിൽ സാറിന്റെ കൈ അത് കാണുന്നില്ല, ആ ഭാഗം കാണുന്നില്ല. സാറിന്റെ ഫോട്ടോ മാത്രമേ വന്നിട്ടുള്ളൂ ഇതിലേ. അതെയോ? എന്താ അറിയില്ല, എല്ലാവർക്കും അങ്ങനെയല്ല. ഇപ്പോഴോ? താഴ്ത്തി പിടിച്ചിട്ട് സൈഡ് കുറച്ച് തിരിച്ചു കാണിച്ചാൽ മതി. അപ്പൊ കാണും.
ഓക്കെ, ഈ ഭാഗത്താണ് ചിത്രങ്ങളിലൊക്കെ വരിക. പക്ഷെ ശരിക്ക് ഇവിടെ അല്ല. ഓക്കെ, നോട്ടെ ഞാനത് ഇട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഇപ്പൊ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോയിന്റ് എടുക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ അവിടെ നീഡ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ നഖം വളർന്നു വരുന്ന ഭാഗത്താണ് തട്ടുക. സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാവും. അതിന് പകരം നിങ്ങളുടെ തള്ളവിരൽ നോക്കുക. നിങ്ങൾ തള്ളവിരലിന്റെ ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാം. എത്ര വെളുത്ത ആളാണെങ്കിലും ആ ഭാഗം മാത്രം ഒരു ചുവന്ന നിറത്തിലോ ഒരു മറ്റേ ലൈറ്റായിട്ട് ബ്ലാക്കിഷ് ആയിട്ടോ കാണും. അപ്പോൾ അവിടുന്ന് ഒരു വര, അതിന്റെ തൊട്ട് താഴേന്ന് ഒരു വര വന്നിട്ട് ഹാൻഡ് ലാറ്ററൽ സൈഡിലേക്ക് വരിക. വിരലിന്റെ അറ്റത്ത് നിന്നും കൂടെ വരയ്ക്കുക. ഇങ്ങനെ ഒരു ക്രോസ് ഇടാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഞാൻ ചിത്രത്തിൽ വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഞാൻ പ്രസന്റേഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഭംഗിയുള്ള ഒരു നഖം പോലും ചിത്രത്തിൽ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പൊ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. എനിക്കിത്തിരി മറ്റേ സിസ്റ്റത്തിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് ചെറിയ ഇപ്പൊ നിങ്ങളുടെ ഇവിടെ ഈ പൊതുവെ ചിത്രങ്ങളൊക്കെ കാണുക. ഞാനിപ്പം ഈ അത്രയും വലുതല്ല കേട്ടോ. ഓക്കെ, പൊതുവെ ചിത്രങ്ങളിലൊക്കെ കാണാറുള്ളത് ജസ്റ്റ് ഇങ്ങനെ വരയും, ഇങ്ങനെ ഒരു വരയും, ഈ തട്ടുന്ന ഭാഗം എന്നാ പറയാ. ക്ലിയർ ആണോ? പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, സൈഡ് മാറിപ്പോയോ? സൈഡ് മാറിയിട്ടില്ല. സൈഡ് മാറി. ഓക്കെ, താങ്ക് യു. ആരാ കറക്ഷൻ ചെയ്തെന്ന്? ഞാൻ ആദ്യം വരുമ്പോൾ സൈഡ് മാറിയിട്ടുണ്ടായിരുന്നു. ലാറ്ററൽ സൈഡ് അല്ലേ വേണ്ടത്. ഞാൻ മീഡിയൽ സൈഡിലെടുത്തു. മാറി. എനിക്ക് ആദ്യം ഇവിടെ ചിത്രം വരയ്ക്കാൻ കിട്ടാത്തതുകൊണ്ട് ഒരു മിനിറ്റ്. ഈ തമ്പ് ശരിയാ നോക്കാം. ഇതെല്ലാം ചെയ്യാം. കമ്പ്യൂട്ടർ ഒന്നും പഠിക്കാണ്ടേ ഇരുന്നാലേ പൊതുവെ ഇവിടെയാണ് കാണുക. ഓക്കെ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ചെറിയൊരു, നിങ്ങളുടെ കൈ നോക്കുക, ഇവിടെ ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് പോവാന്ന് പറയില്ലേ. ക്ലിയർ ആയി ഇപ്പൊ പോയിന്റ്? ഇത് റെഡ് കളറിൽ എഴുതിയത് വേണം എടുക്കാൻ. ഹലോ നിഖില, പുഷ്പ ആൻഡ് സായിദ, പിന്നെ ശശികുമാരി മാം. ചിത്രം ഇതിനൊക്കെ ഞാൻ എനിക്ക് മൗസ് ഒന്നും അത്ര ഹാൻഡ്ലിങ് പോരാത്തോണ്ടേ അത് ഇത്തിരി ഒരുപാട് ഇതായിട്ടാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായോ എങ്ങനെ എടുക്കേണ്ടതെന്ന്? നേരെ നഖത്തിന്റെ അവിടെ നിന്ന് എടുക്കുക. ഒരു സ്റ്റെപ്പ് താഴേന്ന് 0.1 ചൂണ് താഴേന്ന് എടുത്ത ശേഷം അവിടെ 0.1 ചൂണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ നെയിൽ ബെഡിൽ തട്ടില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ, കറക്റ്റായിട്ട് ആ എഡ്ജിൽ തന്നെയാണ് വരുന്നത് അല്ലേ. ഇവിടെ വരയെടുത്തിരിക്കുന്നത് ശരിക്കും ഇവിടെ അല്ല വരേണ്ടിയിരുന്നത്. ഒരു മിനിറ്റ് നോട്ടെ, ഇതിനകത്ത് വരയാൻ പറ്റുമെന്ന്.
കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, കാണാം. സ്ക്രീനിൽ വരയുന്നത് കാണുന്നുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കൂ, റെഡ് കളറിൽ ഞാനൊരു വര വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വരയും ഈ ഡോട്ട് വരയും കൂടി ചേരുന്നവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. ഈ ഭാഗത്ത് എൻ്റെ മൗസിന്റെ പോയിന്റർ നിൽക്കുന്ന സ്ഥലത്താണ് ശരിക്കും ലൊക്കേഷൻ വരേണ്ടത്. നെയിൽ ബെഡിൽ കൊണ്ട് കുത്തരുത്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഹലോ മാം, നിഖില മാം, നെയിൽ ബെഡിലല്ല. നെയിൽ ബെഡ് എന്ന് പറയുന്നത് ഇതാണ് ബെഡ്. നമ്മുടെ നഖത്തിന്റെ താഴ്ഭാഗമാണ് നെയിൽ ബെഡ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വാക്കുകൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സംശയം ഇപ്പൊ തന്നെ ചോദിക്കാൻ പറ്റുന്നത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതാണ് LU11 എന്നുള്ള പോയിന്റ്. ഓക്കെ, ലൊക്കേഷൻ ആണ് ഓൺ ദ റേഡിയൽ സൈഡ് ഓഫ് ദ തംബ് അബൌട്ട് 0.1 ചൂൺ പോസ്റ്റീരിയർ ടു ദ കോർണർ ഓഫ് ദ നെയിൽ. നെയിലിന്റെ എഡ്ജിൽ നിന്ന് 0.1 ചൂൺ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഇന്നും ഒരു സ്റ്റെപ്പ് കൂടെ 0.1 പകരം 0.2 ചൂൺ എടുക്കുക. അപ്പൊ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ അവിടെ പഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും. ചിലപ്പോൾ നഖം വളർന്നു വരുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ മറ്റേ എന്താ പറയുക, നഖത്തിലേക്ക് തന്നെ അത് പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ്ങും മറ്റുമൊക്കെ പൊതുവെ വരുന്നതിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീഡ് ഒട്ടിക്കുമ്പോഴോ മസാജ് ചെയ്യുമ്പോഴോ എന്താണ് ഈ ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് വന്നിട്ട് നമ്മൾ അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പൊതുവെ കുറേ സാധനങ്ങൾ പറയും. അസുഖവാഹികർ എന്ന് പറയുന്നതിൽ വിൻഡിനെ പറയും. അതായത് നമുക്ക് ഇപ്പോൾ തണുപ്പത്ത് നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ജലദോഷം വരുന്നു, തലവേദന വരുന്നു, ഇതെല്ലാം വന്നിട്ട് നമുക്ക് വിൻഡ് അവേർഷനാണ്. അതായത് വിൻഡ് നമുക്ക് അസുഖ കാരണമാകുന്നതുകൊണ്ടാണ്, പ്രത്യേകിച്ച് വിൻഡ് വിത്ത് കോൾഡ്. അതേമാതിരി തന്നെ വെയിലത്ത് പോയിട്ട് വരുന്ന സമയത്ത് ചിലർക്ക് തലവേദനയായിരിക്കാം, അതല്ലെങ്കിൽ ഇറിറ്റേഷൻ ആയിരിക്കാം, ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു ചൂട് കാറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ. അതിനെ വിൻഡ് ഹീറ്റ് എന്ന് പറയും. ഇതൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, പുറത്തുനിന്നുള്ള ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാറ്റ് പുറത്തു പോകണം. മനസ്സിലായോ? വിൻഡ് എന്ന് പറയുന്ന ഡിസീസ് ഫാക്ടർ പുറത്തു പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഈ സ്ഥലം. നിങ്ങളിത് റെഗുലറായിട്ട് പ്രഷർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റേ വിൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് അലർജിയോ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാജുവലി കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി ഡിഫ്യൂസസ് ആൻഡ് ഡിസൻസ് ലങ്ചി, അതായത് ലങ്ചിനെ കാംനെസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അതേമാതിരി ത്രോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ത്രോട്ടിൽ ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമുക്കൊരു ജലദോഷം വരുന്നതിന് മുമ്പോ ഇച്ചിങ് വരുന്നതിന് മുമ്പോ തന്നെ ആദ്യമേ അതിന് തന്നെ 1-2 ദിവസം മുമ്പ് തന്നെ ത്രോട്ടിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ അക്യൂട്ട് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഇവിടെ മസാജ് ചെയ്യുകയാണെങ്കിൽ ത്രോട്ടിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. അതുകൂടാതെ നമ്മൾ ജിങ്വെല്ലിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ ജിങ്വെൽ പോയിന്റിലും പറയും, അതായത് വിരലുകളുടെ അറ്റത്തുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ് ആയി എന്ന് വയ്ക്കാം. ആ ഒരു സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ആ അൺകോൺഷ്യസിൽ നിന്നും തിരിച്ച് കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റുകളാണ്. എമർജൻസി ആയിട്ട് ഉണ്ടാവുന്ന ഏതൊരു ഇഷ്യൂസിനെയും നമുക്ക് ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് ഒരു വീട്ടിൽ ഒരു സ്ട്രോക്ക് വന്ന ഒരു സിംറ്റം കണ്ടു എന്ന് വെക്കുക. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ സൂചിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അക്യുപഞ്ചർ നീഡിലോ ഉണ്ടെങ്കിൽ കൈ വിരലുകളിലെയും കാൽ വിരലുകളിലെയും എല്ലാ ജിങ്വൽ പോയിന്റിനെയും ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ബ്ലഡ് വരുത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ആശുപത്രി എത്തുമ്പോഴേക്കും കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതിൻ്റെ റേഷ്യോ കുറയ്ക്കാനും അതേമാതിരി തന്നെ പെട്ടെന്ന് റീകൂപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി ഒരാൾക്ക് അറ്റാക്കാണ് ഉണ്ടായി എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെയാണ് ഇവിടങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്ലീഡ് ചെയ്തിട്ട് നേരെ ആശുപത്രി കൊണ്ടുപോകുക. അവിടെ എത്തുമ്പോഴേക്കും അതൊക്കെ തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ആ ഡോക്ടറത്തെ എത്തിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേമാതിരി തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ചെസ്റ്റൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു എമോഷണൽ ഫീലിങ്സ് ഒക്കെ കേട്ട്
ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉള്ളതൊക്കെ എങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ബ്ലീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷോക്ക് അവർക്ക് റിലീഫ് ചെയ്യാൻ പറ്റും. ആ ചെസ്റ്റിൽ ഉണ്ടാവുന്ന കൺജഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ പോയിന്റ്സ് ഒക്കെ ബ്ലീഡ് ചെയ്യണത് വളരെ യൂസ്ഫുൾ ആണ്. ഹൈ BP ഉള്ള സമയങ്ങളിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബ്ലീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ ഒന്ന് കാംനെസ് കൊണ്ടുവരുത്താൻ പറ്റും. പൊതുവെ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റാണിത്, ഫീവറിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റാണ്, മംസിന് ഉപയോഗിക്കാം, താടവീക്കത്തിന് ഉപയോഗിക്കാം, കഫിങ് അതായത് ചുമയ്ക്ക് ഉപയോഗിക്കാം, സോർ ത്രോട്ട് അതായത് ത്രോട്ടിനകത്ത് വന്നിട്ട് എന്താ പറയുക മറ്റേ സോർനെസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറാൻ ഉപയോഗിക്കാം, ത്രോട്ടിൽ പെയിൻ ഉണ്ടെങ്കിൽ മാറാൻ ഇത് നല്ലതാണ്. അതേമാതിരി തന്നെ ടോൺസിൽസ് ഒക്കെ വന്നിട്ട് സ്വാളൻ ആയിട്ടുണ്ടെങ്കിൽ വീങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഉള്ളിലെ നാക്ക് പോയി ടച്ച് ചെയ്തിട്ട് ഉൾനാക്കിനൊരു ഇഷ്യൂസ് ഉണ്ടാവും. അതല്ലാതെ ടോൺസിൽസ് തന്നെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് വന്നിട്ട് റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് തൽക്കാലം അതിനൊന്ന് ശമനം കൊണ്ടുവരുത്താൻ നല്ലതാണ്. അതേമാതിരി തന്നെ തണുപ്പിനകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ചിലവർക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും, അതായത് ഫുള്ളായിട്ട് ഡീപ്പ് ശ്വാസം വലിക്കാനും വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരിടയ്ക്ക് വന്നിട്ട് ദീർഘശ്വാസം വലിച്ചു വിട്ടാൽ മാത്രമേ ഒരു കംഫർട്ടബിലിറ്റി കിട്ടുള്ളൂ. അതൊക്കെ മാറാൻ നിങ്ങൾക്ക് ഈ LU11 എന്നുള്ള പോയിന്റിനെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇത് ചെയ്യാം. അതേമാതിരി തന്നെ കോൺഷ്യസ് പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്യാനും നിങ്ങൾക്ക് ഈ പോയിന്റ് നല്ലതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആദ്യം പുതിയ ആളുകൾ ചോദിക്കുക. സായിദ, ശശികുമാരി മാം, പിന്നെ നിഖില, പുഷ്പ. ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇനി പഴയ ആളുകൾക്ക് വല്ല സംശയം ഉണ്ടോ? ഇല്ല സർ. ഇല്ല. പോയിന്റ് ലൊക്കേഷൻ മനസ്സിലായോ? ഞാൻ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ പ്രസ്സിങ് കൈകൊണ്ടാണ് ചെയ്യണമെങ്കിൽ ഇത്ര അക്യുറേറ്റ് ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കൈ വയ്ക്കുമ്പോൾ അത് ഏരിയനെ കൂടുതൽ കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളിങ്ങനെ ഒരു 25 ടൈംസോ അല്ലെങ്കിൽ 41 ടൈംസോ പമ്പ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്യൂസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നോക്കുക. അത് സോർ ത്രോട്ട് ആണെങ്കിലും ശരി, ഫീവർ ഉള്ള സമയത്തും ശരി, കഫിങ്ങിനാണെങ്കിലും ശരി, ത്രോട്ട് പെയിനാണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ് വളരെ എഫക്റ്റീവ് ആണ്. ഓക്കെ, ഞാൻ പ്രസ് ചെയ്യുന്ന വിധം കാണുന്നുണ്ടല്ലോ? ഓക്കെ. ഇതൊന്നും മറ്റേ ഈ വീഡിയോ കാണിക്കുന്നതൊന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടത്തില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 21 ടൈംസ് അല്ലേ പറഞ്ഞേ? 21 41 അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ലക്കി നമ്പർ ഏതാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ നമ്പർ യൂസ് ചെയ്തോളൂ. എന്നെ സംബന്ധിച്ച് 21 to 41 എന്ന് പറയുന്നത് 41 എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. അതായത് സൂര്യായന കലണ്ടറും ചന്ദ്രായന കലണ്ടറും തമ്മിലുള്ള ഗ്യാപ്പാണ് ഈ 41 ഡേയ്സ്. ഓക്കെ, അപ്പോൾ സൂര്യായന കലണ്ടറും ചന്ദ്രായന കലണ്ടറും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 41 ദിവസത്തിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. അതാണ് ഒരു മണ്ഡലം എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ബോണിൻ്റെ ചിത്രത്തിൽ വെച്ച് കാണിച്ചു. പിന്നെ നമ്മുടെ മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഓൺ ദ സ്കിൻ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് വന്നിട്ട് മസിൽ ആൻഡ് ബോൺ സ്ട്രക്ചറിൽ എവിടെയാണ് ഇത് വരുന്നതെന്ന്. അടുത്തത് LU10 എന്നുള്ള പോയിന്റാണ്. LU11 കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇത് ലങ് മെറീഡിയനിലെ 10ാമത്തെ പോയിന്റും ആണ്. ലങ് മെറീഡിയനിലെ ഫയർ പോയിന്റും ആണ്. എങ്ങനെയാണ് ഫയർ എന്ന് പറയുന്നത്? വുഡ് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് സൈക്കിളിൽ ഫയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് LU10 എന്നുള്ളത് വന്നിട്ട് ഫയർ പോയിന്റ് ആണ്. മെറ്റലിലെ ഫയർ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ജിങ്വെല്ല് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ആണ്. ഏതാണിത്? ജിങ്വെല്ല് കഴിഞ്ഞാൽ ജിങ്വെല്ല് കഴിഞ്ഞാൽ സ്പ്രിംഗ്. വെരി ഗുഡ്. ഇൻ സ്പ്രിംഗ്. ഓക്കെ, ഇൻ സ്പ്രിംഗ് പോയിന്റ് ആണ് അല്ലെങ്കിൽ സ്പ്രിംഗ് പോയിന്റ് ആണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ റേഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ. ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ അതായത് റേഡിയൽ സൈഡിലാണ്. അതായത് നമ്മുടെ ഉള്ളം കൈയിൻ്റെ വശത്ത്
ഈ മെറ്റാകാർപ്പൽ ബോണിന്റെ ഏകദേശം മധ്യഭാഗത്താണ്. ഈ മെറ്റാകാർപ്പൽ ബോൺ നോക്കിയാൽ തന്നെ രണ്ട് വശത്തും പൊന്തിയിട്ട് ഉണ്ടാവും. നമ്മുടെ ഡമ്പല് പോലെയുള്ള ഒരു ബോണാണ്. അതിന്റെ മധ്യഭാഗത്ത് വരുന്ന സ്ഥലമാണ് ഈ LU10 എന്ന് പറയുന്നത്. ഓൺ ദ ജംഗ്ഷൻ ഓഫ് ദ റെഡ് ആൻഡ് വൈറ്റ് സ്കിൻ, അതായത് ഈ പുറം ഭാഗത്തെ തൊലിയും ഉൾവശത്തെ തൊലിയും കൂടി ചേരുന്ന ഭാഗം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ഉള്ളം കൈയും മറ്റേ എന്താ പറയാ പുറവശം ഡോർസം സൈഡും കൂടി ചേരുന്ന ഭാഗം, ഇരുനിറം ചേരുന്ന തൊലിയുടെ ഭാഗത്ത് ഈ മെറ്റാകാർപ്പൽ ബോണിന്റെ മധ്യഭാഗത്ത് വരുന്ന പോയിന്റാണ് LU10 എന്നുള്ളത്. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? എൻ്റെ നടുവിലത്തെ വിരല് വളച്ച് ഞാൻ എൻ്റെ മറ്റേ മെറ്റാകാർപ്പൽ ബോണിൽ ഇപ്പൊ കൈ വെച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് LU10 എന്ന് പറയുന്നത്. ഈ ഭാഗമായിട്ട് വരും. ലങ്ങിൽ ഒരുപാട് കഫമുണ്ട് അല്ലെങ്കിൽ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഇപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ പെയിൻ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇത് തണുപ്പ് കാലമായതുകൊണ്ട്. ഓക്കെ, ആർക്കാ ഉള്ളത്? സരസ്വതി മാം. നിങ്ങൾക്ക് ലങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടോ? തണുപ്പ് പിടിച്ചിട്ടുള്ളത്, പനിയുണ്ട് ചെറുതായിട്ട്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണോ അക്യുപഞ്ചർ പഠിക്കുന്നത്? അല്ല. അല്ല, ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? അപ്പോൾ എല്ലാ പോയിന്റിനും ചില പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ടാവും, ചില പ്രോബ്ലങ്ങളെ മാറ്റാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫങ്ഷൻ എന്താണ്, ഇതിന്റെ മെയിൻ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ലങ്ങിൽ ഉണ്ടാവുന്ന ഹീറ്റിനെ ക്ലിയർ ചെയ്യണോ, ലങ് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഇത് നല്ലതാണ്. ഡിസൻസ് ലങ് ചീ ആൻഡ് സ്റ്റോപ്സ് കഫിങ്, അതായത് കഫ് മറ്റേ ലങ്ങിൽ ചീ കൂടുമ്പോഴാണല്ലോ ചുമ പുറത്ത് കളയണമെങ്കിൽ എന്താണ്, മോർ ഫോഴ്സ് വേണം. അപ്പൊ കഫിങ് എന്ന് പറഞ്ഞാൽ ലങ്ങിൽ ആ സമയത്ത് ചീ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ചീനെ കുറയ്ക്കാനും അതേമാതിരി മറ്റേ ചുമ കുറയാനും ഹെൽപ്പ് ചെയ്യുന്നു. ത്രോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അത് കൂടാതെ നമ്മളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യുന്ന ഒരു പോയിന്റും കൂടെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയം മാറ്റാൻ നല്ലതാണ്, ദേഷ്യം മാറാൻ നല്ലതാണ്. ദേഷ്യമൊക്കെ ഉള്ള സമയത്ത് നിങ്ങളിവിടെ റെഗുലറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് ഭയമൊക്കെ ഉള്ള സമയത്ത്, കുട്ടികളിലേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഭയമൊക്കെ വരുന്ന സമയത്ത്, അതിൻ്റെ സിംറ്റം ഒക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ അവരോട് പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യും. അതേമാതിരി തന്നെ ഗ്രിഫ്നെസ് കൂടുതലുണ്ടെങ്കിൽ, സാഡ്നെസ്, എമോഷണൽ ഫാക്ടറിൽ ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഹാർട്ടിനെ ബാധിക്കും. ഹാർട്ടിനടുത്ത് തന്നെയുള്ള സാധനമാണ് ലങ്. അതുകൊണ്ടാണ് ലങ്ങിൻ്റെ എമോഷനാണ് സങ്കടങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിന് സങ്കടങ്ങളുള്ള സമയത്ത് ഉറപ്പായിട്ടും അത് ലങ്ങിനെ ബാധിക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ്, ഓക്സിജൻ്റെ അളവ് ബോഡിയിൽ കുറയും. അതുകൊണ്ട് അവർ സ്ഥിരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും, നിങ്ങൾ മയക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാവും. അങ്ങനെയുള്ളവരിലൊക്കെ LU10 ഇപ്പം നല്ല പെയിൻ ഉണ്ടാവും. നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റും. റെസ്റ്റ്ലെസ്സിനെ മാറ്റാൻ നല്ലതാണ്. മാനസിക വിഭ്രാന്തികളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു എമോഷൻ നിങ്ങൾക്ക് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തിനെ മസാജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കാൻ നിങ്ങൾക്ക് നന്നായി പറ്റും. അതേമാതിരി തന്നെ ചുമയ്ക്ക് നല്ലതാണ്, ഡ്രൈ ത്രോട്ടിന് നല്ലതാണ്, സോർ ത്രോട്ടിന് നല്ലതാണ്. അതേമാതിരി തന്നെ ശരീരം ഹീറ്റ്, നിങ്ങൾക്ക് ഒരുപാട് ശരീരം മുഴുവനും ചുട്ടുനീറ്റൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാഗം മസാജ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ശീതളി പ്രാണായാമം അറിയുമെങ്കിൽ അതും കൂടെ ചെയ്യുന്നത് ആ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ശീതളി പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് ചുരുട്ടിയിട്ട് ബ്രീത്ത് ഇൻ വന്നിട്ട് ഈ ചുരുണ്ട നാക്കിനകത്തുകൂടെ ശ്വാസം എടുക്കുക. അപ്പോൾ ഇന്റേണൽ ഹീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ശീതളി പ്രാണായാമം ഹെൽപ്പ് ചെയ്യും. അത് ഇതിന് ആക്ച്വലി LU10 എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന, മറ്റേ ഹീറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ശീതളി പ്രാണായാമം. ഓക്കെ, ആരെങ്കിലും പരിചയമുള്ളവരുന്ന് മനസ്സിലാക്കി ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ ബ്രീത്ത് മാത്രം എടുക്കുന്ന സമയത്ത് നാക്ക് ചുരുട്ടി വെച്ച് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, നാക്ക് ചുരുട്ടി വെച്ച് നാക്കിനകത്തുകൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക, മൂക്കിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ ബോഡിയിലത്തെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് നമ്മൾ അപ്പോഴേ പറഞ്ഞു, ഇതും അതിന് നല്ല പോയിന്റ്സ് ആണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ലൊക്കേഷൻ നിങ്ങൾക്ക് ഓൺ ദ സ്കിന്നും ബോണിന്റെ ഏരിയയിലായിട്ട് എവിടെ വരുന്നുള്ളതിന്റെ ഒരു ഗ്രാഫിക്കൽ പിക്ചറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
നിഖില, ശശികുമാരി മാം, പുഷ്പ മാം? ഇല്ല. സാറേ ഇത് ഉള്ളം കൈയുണ്ട്, പിന്നെ അത് സംശയമുണ്ട്. അതായത് ഉള്ളം കൈയുണ്ട്, പുറം കൈയിന്റെ തൊലികൾ തമ്മിൽ ചേരുന്ന ഭാഗമല്ലേ, രണ്ട് കളറും കൂടി ചേരുന്ന ഭാഗം എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ അത് അങ്ങനെ ആകുമ്പോ ഒരു സൈഡിലായിട്ടല്ലേ വരിക? സൈഡിലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ചിത്രത്തിൽ ഇങ്ങനെ തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിത്രത്തിനെ മാത്രമായിട്ട് പൂർണ്ണമായി വിശ്വസിക്കരുത്. എന്ത് വിശ്വസിക്കുക? പറഞ്ഞു തരുന്നതും അതേമാതിരി ഈ വാക്കുകൾ എഴുതിയതും ഉപയോഗിക്കുക. അവിടെ ലൊക്കേഷൻ നോക്കൂ. ഓൺ ദ റേഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ ഓൺ ദ ജംഗ്ഷൻ ഓഫ് ദ റെഡ് ആൻഡ് വൈറ്റ് സ്കിൻ, ദ ജംഗ്ഷൻ ഓഫ് ദ ഡോർസം ആൻഡ് പാം ഓഫ് ദ ഹാൻഡ്. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ലൊക്കേഷനും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മയുണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടോ? കാണാം. അത് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ. ചിത്രങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് ഏകദേശം നിങ്ങൾ നീഡിലിടുന്ന സമയത്ത് ഏത് ലൊക്കേഷനിലേക്കാണ് പോകണമെന്നുള്ളതൊക്കെ അറിയാനാണ് ഇടുന്നത്. ഓക്കെ, നന്നായി ചോദിച്ചത്. വെച്ചോണ്ടിരിക്കരുത് എപ്പോഴും. നിങ്ങൾ പക്ഷേ LU10 ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അധികം ഇങ്ങനെ ഉണ്ടാവുക. കാരണം ഈ ചിത്രങ്ങൾ വന്നിട്ട് ഡോക്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരൊരാളെ ഏൽപ്പിക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ അവർക്ക് പ്രയോറിറ്റി അതിനകത്ത് എഴുതിയതിനായിരിക്കും ഉണ്ടാവുക. ചിത്രങ്ങളൊക്കെ നിറയെ മറ്റേ അക്യുപഞ്ചർ പോയിന്റ്സ് ഒക്കെ വളരെ തെറ്റായിട്ട് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വായിച്ച് നോക്കാൻ പറയണത്. ചിത്രങ്ങൾ ജസ്റ്റ് ഒരു ഗൈഡായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതായത് നമ്മളെ കല്യാണ ദിവസം കാണുന്ന പെണ്ണിനെയും അടുത്ത ദിവസം കാണുന്ന പെണ്ണും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ മുജീബായി? ചിലപ്പോ ഇപ്പത്തെ ഒരു ജനറേഷന്റെ ഒരു മോഡലാണത്. ഉണ്ട്. മറ്റേ കല്യാണ ദിവസം കാണുന്ന പെണ്ണും അതിന്റെ പിറ്റേ ദിവസം കണ്ട പെണ്ണിനെയും തിരിച്ചറിയില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് ചിത്രങ്ങൾ ഇപ്പൊ വരുന്നതൊക്കെ ഒട്ടുമിക്കതും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കിയാൽ മതി, ഏകദേശ ധാരണ മനസ്സിലാക്കിയാൽ മതി. ഈ എഴുതിയ ലൊക്കേഷൻ എഴുതി പുസ്തകങ്ങളിൽ ഉണ്ടാവും, അതിന് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ അവിടെ അനുഭവപ്പെടും. ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോഴും അനുഭവപ്പെട്ടാലും അത് ടുവേർഡ്സ് ബോണിന്റെ ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഭാഗത്തേക്ക് വരും. ഓക്കെ, ക്ലിയർ? ക്ലിയർ. അടുത്തത് വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. അടുത്തത് മറ്റേ വുഡ് കഴിഞ്ഞു, ഫയർ കഴിഞ്ഞു. അടുത്തത് എർത്ത് പോയിന്റ് ആണ്. അതായത് എൻ്റെ കൈ ചിത്രം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വുഡ് പോയിന്റ്, ഫയർ പോയിന്റ്, അടുത്തത് എർത്ത് പോയിന്റ് ആണ്. എർത്ത് പോയിന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സെൽഫ് ഹെൽപ്പ് എക്സസൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ റിസ്റ്റിലും ഈ ഭാഗത്തും ടാപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ കഷത്തിൽ ടാപ്പ് ചെയ്യും. എല്ലാ ശരീരത്തിലെ ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ജംഗ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു റോട്ടിൽ പോകുന്ന സമയത്ത് NH-ലാണെങ്കിലും ശരി, ഏത് റോട്ടിൽ പോവുകയാണെങ്കിലും ജംഗ്ഷൻസ് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ, ജംഗ്ഷൻ എന്ന് പറയുന്നത് പല സ്ഥലത്തേക്കും പോകാനുള്ള, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴികളാണ്. അവിടെ പെട്ടെന്ന് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജംഗ്ഷൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അത് റോഡിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒരു തടസ്സങ്ങളും മറ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ജംഗ്ഷനുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ ജംഗ്ഷൻസിനെ എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സസൈസിനൊക്കെ എന്താണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ ട്രൈങ് ടു ക്ലിയർ ദ എന്താ പറയുക മറ്റേ ഡാംപ്നെസ് ഓർ സ്റ്റാഗ്നേഷൻ ഇൻ ദ ജോയിൻറ്റ്സ്. അതായത് ജോയിന്റുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ക്ലിയർ ചെയ്യാണ് വേണ്ടത്. ജോയിൻറ്റ്സിലെ തടസ്സങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് പോകും. നമ്മൾ രാത്രി മുഴുവനും കൈ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിന് പ്രശ്നം ഉണ്ടാകും. എന്താ? കയ്യിൽ ഓവർലോഡ് വന്നിട്ട് സർക്കുലേഷൻ ശരിക്കും ആകാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ആ ജംഗ്ഷനിലൊക്കെ ബ്ലോക്കേജ് ആയി. എന്തുകൊണ്ടാണ്? ആൾറെഡി അയാൾക്ക് ചീ കുറവുണ്ട്, അതിൻ്റെ ഇടയിൽ കൈയും കൂടെ മടക്കി വെച്ച സമയത്ത് സർക്കുലേഷൻ വളരെ എഫക്റ്റ് ചെയ്തു. പിറ്റേ ദിവസം എടുക്കുമ്പോൾ കൈവേദന വന്നു. സോ അതേമാതിരി ജംഗ്ഷൻസുകളൊന്നും എവിടെയും എപ്പോഴും എന്തുണ്ടാകാൻ പാടില്ല, തടസ്സങ്ങൾ ഉണ്ടാകാതെ സർക്കുലേഷൻ നടക്കണം. അങ്ങനെ നടക്കുന്ന സമയത്ത് ബ്ലഡ് മാത്രമല്ല അവിടെ തടസ്സം വരുന്നത്, അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ചീക്കും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ ഈ LU9 ഈ റിസൾട്ട് എല്ലാ പോയിന്റും വളരെയേറെ പ്രാധാന്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇൻമെറീഡിയൻസിൻ്റെ ഒക്കെ ആംഗിളിൻ്റെ ഭാഗത്ത് വരുന്ന പോയിന്റ്സിന്
വളരെയേറെ പ്രാധാന്യമുണ്ട്. അതെന്താണ്? സ്ട്രീം പോയിന്റ് ആണ് അല്ലെ, സ്പ്രിങ് കഴിഞ്ഞ് സ്ട്രീം പോയിന്റ് ആണ്, വെള്ളച്ചാട്ടമുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ വന്നിട്ട് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്, എപ്പോഴും അവിടെ എനർജി ഉണ്ടാവേണ്ട സ്ഥലമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അക്യുപഞ്ചർ മെറീഡിയൻസിലെ ഗ്രൂപ്പിങ്ങിലല്ലാതെ വേറൊരു ഗ്രൂപ്പിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ റിസ്റ്റിലുള്ള പോയിന്റ്സിനെ, പ്രത്യേകിച്ച് ഇൻ മെറീഡിയനിലെ റിസ്റ്റുകളിലെ പോയിന്റ്സിനെ വന്നിട്ട് നമ്മൾ എന്ത് പറയും? യുവാൻ സോഴ്സ് പോയിന്റ് എന്ന് പറയും. സോഴ്സ്, ഓക്കെ, സോഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് നമ്മൾക്ക് പറയാണ്, എവിടെ നിന്നും ഇപ്പോൾ പൈസ കിട്ടാൻ വഴിയില്ല, ആകെ കൂടി ഉള്ളത് ഇന്നാളുടെ പോയാലേ കിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഹോപ്പ് പോലെ നമുക്ക് സോഴ്സിങ് പോയിന്റ് ആണത്. അവിടെ എപ്പോഴും കുറച്ച് ചീ ഉണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റിസ്റ്റിലത്തെ പോയിന്റുകളൊക്കെ തന്നെ. അപ്പോൾ ഇതെന്താണ് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓൺ ദ റേഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ, അതായത് ഈ റേഡിയൽ ഭാഗത്ത് തന്നെ. ഓക്കെ, ഞാൻ ലൊക്കേഷൻ മാറ്റിയിട്ടില്ലാണോ അല്ലേ? ഓക്കെ, ലൊക്കേഷൻ എഴുതിയത് മാറ്റിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അതായത് നമ്മളുടെ ഈ തള്ളവിരലിൻ്റെ ഇരുനിറം ചേരുന്ന ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളം, ഈ റിസ്റ്റ് ജോയിൻ ചെയ്യുന്നവിടെ നിങ്ങളിവിടെ ഒരു കുഴി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ പൊന്തി നിൽക്കുന്ന ബോണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തള്ളവിരലിൻ്റെ നേരെ ഇരുനിറം ചേരുന്ന ഭാഗത്ത് നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് കയ്യിനെ ഒന്ന് മുന്നോട്ടും പിന്നോട്ടും ആക്കൂ, ഒരു കുഴി അവിടെ കാണാം. ലങ്ങിൽ ഒരുപാട് സ്റ്റാഗ്നേഷൻ ഉള്ളവർക്ക് മാത്രം തിരി പെയിൻ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവില്ല. ഓക്കെ, ദാ ഈ സ്ഥലം കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, അവിടെ ഒരു കുഴി തന്നെ ഉണ്ടാവും. കിട്ടിയോ? ലൊക്കേഷൻ കിട്ടിയോ? ഹലോ, കിട്ടിയോ? നിഖില കിട്ടിയോ? ശശികുമാരി മാമിന് അവിടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും. ഓക്കെ, ഈ സ്ഥലമാണ് LU9 എന്നുള്ളത് കേട്ടോ. നമ്മൾ പൾസ് നോക്കുമ്പോൾ കൈ വെക്കുന്ന സ്ഥലം തന്നെയാണത്. ഓക്കെ, ഇതെന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ ക്ലിയേഴ്സ് ഫെലം. ഫെലം എന്ന് പറഞ്ഞാൽ കഫം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, കഫം കളയാൻ നല്ല പോയിന്റാണ് ഈ സ്ഥലം. അതേമാതിരി ലങ്ചീനെ ഡിസെൻഡ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ലങ്ചീനെ ടോണിഫൈ ചെയ്യുന്നു. അതായത് ലങ്ങിനെ എന്താ പറയുക, ഇൻ എനർജീനെയും പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ്. ലങ്ങിൻ്റെ ചീനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി ഗാദറിങ് ചീ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഏതാണ് ഗാദറിങ് ചീ? പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗാദറിങ് ചീ, നിഖില ഓർമ്മയില്ല? താഹിറ മാം എന്താണ് ഈ ഗാദറിങ് ചീ? അതെയോ? ഉറപ്പാ? എനിക്ക് സംശയമാണ്. ഫുഡ് ചീയുമായിട്ട്. വെരി ഗുഡ്. ഓക്കെ, ഫുഡ് ചീയും ലങ് ചീയും കൂടെ ചേരുന്നതാണ്. അപ്പോൾ അതിനെ ടോണിഫൈ ചെയ്യാൻ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ബ്ലഡ് വെസൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ അസുഖങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാമോ? പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒട്ടുമിക്ക ആളുകളും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ. വെരി ഗുഡ്. അപ്പോൾ വെരിക്കോസ് വെയിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. ബ്ലഡ് വെസൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ബ്ലഡ് സർക്കുലേഷനെ ടോണിഫൈ ചെയ്യുന്ന പോയിന്റുമാണ്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിന് നിങ്ങൾ വേറെ എന്തൊക്കെ പോയിന്റ് ഉപയോഗിക്കുന്നതിനൊപ്പം ഈ പോയിന്റും കൂടെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേമാതിരി ക്ലിയേഴ്സ് ലങ് ആൻഡ് ലിവർ ഹീറ്റ്. ലിവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലിവറിൻ്റെ ഹീറ്റ് കുറയ്ക്കാനും അതേമാതിരി തന്നെ ലങ്ങിൻ്റെ ഹീറ്റ് കുറയ്ക്കാനും ഈ പോയിന്റ് നല്ലതാണ്. പൊതുവെ എന്തൊക്കെ ഇൻഡിക്കേഷൻസ് നമുക്കിത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരാമെന്ന് ചോദിച്ചാൽ, കഫിങ് മാറാൻ നല്ലതാണ്. വീസിങ് ഉണ്ടെങ്കിൽ, ഓക്കെ, വീസിങ് പ്രോബ്ലം, അതായത് അറിയില്ല, വീസിങ് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിന് നല്ലതാണ്. അതായത് തുപ്പുന്ന സമയത്ത് സ്ഫുടം വന്നിട്ട് ബ്ലഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് കഫം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതായത് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഡിഫിക്കൽറ്റി,
അതിന് നല്ലതാണ്. അതേമാതിരി തന്നെ ചെസ്റ്റിൽ വന്നിട്ട് എന്തോ ഒരു സാധനം കയറ്റി വെച്ച പോലെ തോന്നുന്ന അതിൽ ചെസ്റ്റിലേക്ക് വരുന്ന കംപ്രഷൻസ് ഇതൊക്കെ മാറാൻ ഈ LU9 നല്ലതാണ്. അതേമാതിരി LU9ന്റെ ഒപ്പം P6 P5 കൊടുക്കുന്നതും തന്നെ ലങ് ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺജഷനും ചെസ്റ്റിലെ ഡിസ്റ്റൻഷനൊക്കെ മാറാൻ വന്നിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, ലൊക്കേഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കാം. ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്താണ് LU9 എന്നുള്ള പോയിന്റ്. ഓക്കെ, തള്ളവിരലിന്റെ താഴെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. പറഞ്ഞോളൂ മാം. ഡൗട്ട് P6 പിന്നെ ഏതാ ചെസ്റ്റില്? P6 LU9 കുറെ ഉണ്ട് ചെസ്റ്റില്, പക്ഷെ ഇത് രണ്ടും കൂടി ഇടുമ്പോ പെട്ടെന്ന് ഓക്കെ, ഞാൻ ചെയ്യുന്നുണ്ട് ഹസ്ബൻഡിന്, അതാ ഞാൻ ചോദിച്ചത്. ആ, നിങ്ങളൊന്നും ചോദിക്കരുത്, നിങ്ങൾ 3 ഇയർ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരല്ലേ. ഹലോ, ഇല്ല, 1 ഇയർ ഡിപ്ലോമ. 1 ഇയർ ഡിപ്ലോമ കഴിഞ്ഞല്ലോ. അതെ അതെ. കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? 3 കൊല്ലത്തെ പഠിച്ചവരെക്കാളും കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പഠിച്ചുകൊണ്ടിരിക്കണില്ലേ? ഇപ്പൊ ഇല്ല, കുറെ നാള് മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 1ാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയരുത്, അത് പഠിച്ചിട്ടാണ് 10ാം ക്ലാസ് കഴിഞ്ഞത്. ഓക്കെ, അപ്പം ഇതാണ് ലൊക്കേഷൻസ്. ഇതിനകത്ത് പുതിയ ആളുകൾക്ക് വല്ലതും സംശയം ഉണ്ടോ? ഇനി നിഖില, ശശികുമാരി മാം, പുഷ്പ മാം, സായിദ എന്ന് തോന്നില്ല. ഓക്കെ, പഴയ ആളുകൾക്ക് വല്ല സംശയം ഉണ്ടോ? ഇല്ല സർ. ഇല്ല സർ. ഓക്കെ, LU9 ആയിട്ടേ ഉള്ളൂ അല്ലേ, ഇനി 3 പോയിന്റ് കഴിയണം. ഓക്കെ, അപ്പൊ എർത്ത് പോയിന്റ് ആണിത്, യുവാൻ സോഴ്സ് പോയിന്റും കൂടിയാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ നോക്കാം. അടുത്തത് LU8 എന്നുള്ള പോയിന്റ് ആണ്, മെറ്റലിലെ മെറ്റൽ പോയിന്റ് അല്ലേ. മെറ്റലിലെ മെറ്റൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നിഖില? മെറ്റലിലെ ഫയർ പോയിന്റ്, മെറ്റലിലെ വുഡ് പോയിന്റ്, മെറ്റലിലെ എർത്ത് പോയിന്റ്, മെറ്റലിലെ മെറ്റൽ പോയിന്റ്, മെറ്റലിലെ വാട്ടർ പോയിന്റ്, ഏതിനാണ് പവർ കൂടുതൽ? എന്താ കാരണം? ബാക്കിയൊക്കെ വന്നിട്ട് ആരാണ് ഹൊററി പോയിന്റ് പറഞ്ഞത്? ഹൊററി പോയിന്റ് അല്ലേ സർ? ആരാ പറഞ്ഞത് ഉത്തരം? സലീന. ഓക്കെ, ഞാൻ പറയാം. അതായത് അതാത് മെറീഡിയനിൽ, അതായത് ബാക്കിയുള്ളതൊക്കെ പറയുന്ന സമയത്ത് മെറ്റലിലെ ഫയർ അപ്പൊ 2 എലമെന്റ് ആയി അല്ലേ, മെറ്റലിലെ വുഡ് 2 എലമെന്റ് ആയി, മെറ്റലിലെ വാട്ടർ 2 എലമെന്റ് ആയി, മെറ്റലിലെ എർത്ത് 2 എലമെന്റ് ആണ്. പക്ഷെ മെറ്റലിലെ മെറ്റൽ എന്ന് പറയുമ്പോൾ ഹലോ, പവർ ഒരേ സാധനം തന്നെ 2 പ്രാവശ്യം വരുമ്പോ മോർ പവർഫുൾ അല്ലേ? ആണോ അല്ലയോ? ആണ്. നിഖില ക്ലിയർ ആണോ? ശശികുമാരി മാം? ശരി, മനസ്സിലായി സർ. പുഷ്പ മാം? പുഷ്പ മാം. അപ്പോ അതാത് മെറീഡിയനിലെ അതാത് പോയിന്റ്, അതായത് മെറ്റലിലെ മെറ്റൽ, എർത്തിലെ എർത്ത്, വാട്ടറിലെ വാട്ടർ, വുഡിലെ വുഡ്, ഫയറിലെ ഫയർ, ഇതിനെയൊക്കെ വന്നിട്ട് നമ്മൾ അതാത് മെറീഡിയനിലെ അതാത് പോയിന്റ് എന്ന് പറയും. അപ്പോൾ 2 എലമെന്റും അതൊന്നു തന്നെയാണ്. ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ വന്നിട്ട് ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ ഒരാളുടെ ഫ്രണ്ടിനോ മറ്റേയൊക്കെ കുട്ടികൾക്ക് ഭയം ഉണ്ടാവും, ചില ആളുകളെ പ്രത്യേകിച്ച് ഭയം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ, ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചി കുത്തുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ കാമൻ ഇതാണ്. പക്ഷേ ആ കുട്ടി അവൻ്റെ വീട്ടിലാണ് നിൽക്കണമെങ്കിൽ, നമ്മൾ അവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണെങ്കിൽ അവൻ വീട്ടിനകത്ത് നമ്മളെ ചീത്ത പറയും. എന്താ കാരണം? അവൻ്റെ വീടാ അത്, അവന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വെളിയിൽ കാണുന്ന സാധുത്വമൊന്നും അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാ. എന്താ കാരണം? അത് അവൻ്റെ തന്നെ വീടായതുകൊണ്ട് അവൻ അവിടെ മോർ പവർഫുൾ ആണ്. ആണോ സലീന മാം? അപ്പോൾ അതുകൊണ്ട് അതാത് മെറീഡിയനിലെ അതാത് പോയിന്റുകളിനെ ഒരു സ്വഭാവം കൂടിയുണ്ട്. ഈ കുട്ടികളെ പോലെയാണ്. വെളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാപമായിരിക്കും, എന്ത് പറഞ്ഞാലും കാണും, കരയൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ര നേരം നമ്മളവനെ പോലീസിലെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൻ അവിടെ പോകുന്ന സമയത്ത് അവൻ നേരെ തിരിച്ച് നമ്മളോട് ആ ഡയലോഗ്സ് ഒക്കെ അടിക്കും. അപ്പോൾ
അവിടെ എത്തുമ്പോൾ അവൻ്റെ തനിസ്വരൂപം കാണാൻ പറ്റും. അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ അവനവൻ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഹൊററായിരിക്കും. വീട്ടിൽ വെളിയിലൊക്കെ ഓഫീസിലും ബാക്കിയുള്ളവരടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും, നല്ല പൊളൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെളിയിൽ സംസാരിക്കുന്ന ആ വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു രാക്ഷസന്റെ സ്വഭാവമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെററായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ അതാത് മെറീഡിയനിലെ അതാത് പോയിന്റുകളാകുന്ന സമയത്ത് ഹൊററി പോയിന്റ് എന്നുള്ളൊരു വാക്കും കൂടെ നമ്മൾ ഉപയോഗിക്കും. ഹൊററി പോയിന്റ്. മറ്റേത് നമ്മളിവിടെ ഇൻ മെറീഡിയനിലെ എർത്ത് പോയിന്റിനെയൊക്കെ യുവാൻ സോസസ് പോയിന്റ് എന്ന് പറഞ്ഞു. അതേമാതിരി അതാത് മെറീഡിയനിലെ അതാത് പോയിന്റുകളെ എന്തെന്നും കൂടെ പറയാം, നമുക്ക് ഹൊററി പോയിന്റ് എന്നുള്ളതും കൂടെ പറയാം. ഓക്കെ, അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്റ്റ് ക്രീസ് എന്ന്, വൺ ചൂൺ പ്രോക്സിമൽ ടു ദ റിസ്റ്റ് ക്രീസ്, റിസ്റ്റ് ജോയിന്റ് എന്ന് LU9 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ LU9 അപ്രോക്സിമേറ്റ്ലി ഒരു ചൂൺ മുകളിലായിട്ട് വരുന്ന പോയിന്റിനെയാണ് ഇവിടെ LU8 എന്ന് പറയുന്നത്. അത് മെറ്റലിലെ മെറ്റൽ പോയിന്റ് ആണ്. ഇൻ ദ ഡിപ്രഷൻ ഓൺ ദ റേഡിയൽ സൈഡ് ഓഫ് ദ റേഡിയൽ ആർട്ടറി. ഇത് നമ്മുടെ റേഡിയൽ സൈഡ് എന്ന് പറയുന്നു. നമ്മൾ LU9 ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും അപ്രോക്സിമേറ്റ്ലി ഒരു ചൂൺ മാറുമ്പോൾ ഇവിടെ ഒരു ബോൺ പൊന്തി നിൽക്കുന്നുണ്ടാവും ഒട്ടുമിക്ക ആളുകൾക്കും ഈ സൈഡിൽ. അതിൻ്റെ തൊട്ട് താഴെ പൾസ് നോക്കുന്ന സ്ഥലം തന്നെയാണ്. അവിടെ ഒരു നിങ്ങൾക്ക് കുഴിയും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കഫവും മറ്റൊക്കെ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ എമോഷണലി വീക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ രണ്ടു പേർക്കും അവിടെ പെയിൻ ഉണ്ടാവും. ഓക്കെ, ആർക്കെങ്കിലും പോയിന്റ് സംശയമുണ്ടോ? ഹലോ ഹലോ ഹലോ. ഇല്ല സർ. ഇതിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലങ്സിനെ ഡിസെൻഡ് ചെയ്യാൻ തന്നെയാണ് ഇതും ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുമയ്ക്ക്, വീസിങ്ങിന്, ചെസ്റ്റ് പെയിന്, ത്രോട്ട് പെയിനൊക്കെ നല്ലതാണ്. അതേമാതിരി ചെസ്റ്റിലെ ഡിസ്റ്റൻഷൻ മാറാൻ നല്ലതാണ്. ഈ വശത്ത് ഒട്ടുമിക്ക പോയിന്റുകളും ചെസ്റ്റിനെ റിലീസ് ചെയ്യും കേട്ടോ. ലങ് മാത്രമല്ല, പെരിക്കാർഡിയം ആണെങ്കിലും ശരി, ഹാർട്ട് ആണെങ്കിലും ശരി, ഇതെല്ലാം തന്നെ ചെസ്റ്റ് റീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും കൂടെയാണ്. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഇതിനെ നമ്മൾ തലയായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, തലയാണ് ഈ സ്ഥലം, ഇത് നമ്മളുടെ കഴുത്താണ്. കഴുത്തിന്റെ താഴെയുള്ള ഭാഗം എന്താണ്? ചെസ്റ്റാണ്. ആണോ അല്ലയോ? അല്ലേ? അപ്പൊ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ് റീജിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ചെസ്റ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് പെയിൻ ഉള്ള സ്ഥലത്ത് കുറച്ച് നന്നായിട്ട് നിങ്ങൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ചെസ്റ്റിന്റെ റിലീസ് ആവും. ഓക്കെ, കഴുത്തിന്റെ ഭാഗത്ത് ഇഷ്യൂസിന് ഈ പോയിന്റ്സ് ഒക്കെ നല്ലതാണ്. കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ഇവിടെ പോയിന്റ് വരും, ലങ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വരും, അതേമാതിരി തൊറാസിക്കിൽ വരും, മറ്റേ ട്രിപ്പിൾ വാർമറിൽ വരും. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ കഴുത്തേരിയനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉപയോഗിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ ത്രോട്ടിന് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങളിങ്ങനെ എൻ്റെ തല, ഇതിപ്പോ എൻ്റെ തലയാണെന്ന് സങ്കല്പിക്കുക. എൻ്റെ കണ്ണും കാതും മൂക്കും വായും ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ഇവിടെ ത്രോട്ട് റീജിയൻ ആണ്. അപ്പൊ അത് ഉള്ളിലുള്ള ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് മാത്രമല്ല, ഇവിടെ ഉണ്ടാവുന്ന പെയിനെ റിലീവ് ചെയ്യാനും ഇവിടെ ഹെൽപ്പ് ചെയ്യും. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ വശം കവറാവും. ഈ ഭാഗമാണെങ്കിൽ ബാക്ക് സൈഡിലെ കഴുത്തിന് നല്ലതാണ്. അതേമാതിരി ഇത് ചെസ്റ്റ് റീജിയനിലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക പോയിന്റും ചെസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, മൈക്രോ സിസ്റ്റത്തിൽ ശരീരത്തിനെ നമ്മൾ ഇതിനെ മൊത്തത്തിൽ ശരീരമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് തല, ഇത് കഴുത്ത്, ഇത് ചെസ്റ്റ് റീജിയൻ. ക്ലിയർ ആണോ? 9:05 യെസ് ആർ നോ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തതിലേക്ക് പോകും. ഓക്കെ, ബാക്കിയുള്ള പനി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉപയോഗിക്കാം. സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഓക്കെ, LU8 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, LU5 വാട്ടർ പോയിന്റ് ആണ്. ഓക്കെ, മെറ്റലിലെ വാട്ടർ പോയിന്റ് ആണ്. അതായത് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈമുട്ടിലാണ് വരിക. കൈമുട്ടിൽ നടുവിലൂടെ നിങ്ങൾക്കൊരു മറ്റേ വെയിനും കാണാം. അത് കൈയൊന്ന് മടക്കി കഴിഞ്ഞാൽ ഒരു ടെൻഡൻ, ബോൺ പോലെ തന്നെ തോന്നും, പക്ഷെ അത് ടെൻഡനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. പിടിച്ചോ നിങ്ങൾ? ഓക്കെ, ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തള്ളവിരല് കൈയിന് ഇങ്ങനെ തന്നെ വെക്കുന്ന സമയത്ത് തള്ളവിരൽ വന്നിട്ട് ചെറുവിരലിന്റെ ഭാഗത്തും നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തള്ളവിരലിന്റെ ഭാഗത്തുമായിട്ടുള്ള കുഴിയിലായിരിക്കും വരിക. അതിൽ ഇൻഡെക്സ് ഫിംഗർ വെച്ചിരിക്കുന്ന ഭാഗം, ഇൻഡെക്സ് ഫിംഗറിന്റെ ടച്ച് ചെയ്യുന്ന കുഴിയുടെ ഭാഗം,
ഓക്കെ, കയ്യിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തള്ളവിരലിൻ്റെ നേരെ താഴെ വരുന്ന ഭാഗത്തുള്ള കുഴിയിനെയാണ് നമ്മളിവിടെ LU5 എന്ന് പറയുക. സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ചെസ്റ്റിൽ കഫം ഉണ്ടെങ്കിൽ, സൈനസിൽ കഫം ഉണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ ഇവിടെ പെയിൻ ഉണ്ടാവും. ഒട്ടുമിക്ക ആളുകൾക്ക് നമുക്ക് ഈ കാലാവസ്ഥ ലങ്ങിന് ലോഡ് തരുന്ന സമയമായതുകൊണ്ട് ഈ നമ്മുടെ ഇപ്പോൾ ഗ്രൂപ്പിലിരിക്കുന്ന 99% ആളുകൾക്കും ഇവിടെ പെയിൻ ഉണ്ടാവും. യോഗയും മറ്റുമൊക്കെ ചെയ്ത് ലങ് ക്ലിയറായി വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ഇവിടെ പെയിൻ ഉണ്ടാവും. LU5 പ്രസ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ക്ലിയേഴ്സ് ലങ് ഹീറ്റ് ക്ലിയർ ചെയ്യുന്നു. ഡിസെൻസ് ദ ലങ് ചീനെ ഡിസെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേമാതിരി തന്നെ നമ്മൾ മെറ്റൽ എലമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിനകത്ത് വാട്ടർ പാസേജിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പോയിന്റാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ പാസേജസ് ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. ബ്ലാഡറിനെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള പോയിന്റാണിത്. അതേമാതിരി തന്നെ റിലാക്സസ് ദ സ്നൂസ് ആൻഡ് ഈസ് പെയിൻ. ശരീരത്തിൽ മസിലിൻ്റെ ഭാഗങ്ങളിലോ ടെൻഡൻ്റെ ഭാഗങ്ങളിലോ ഉണ്ടാവുന്ന പെയിനൊക്കെ റിലീവ് ചെയ്യാൻ ഈ പോയിന്റ്സ് നല്ലതാണ്. ഈ ഭാഗം മൊത്തത്തിൽ നല്ലതാണ്. ഈ LU5 വളരെ നല്ലതാണ്. കഫിന് നല്ലതാണ്, വീസിങ്ങിന് നല്ലതാണ്. ഓക്കെ, മൂത്രത്തിലൂടെ മറ്റേ പെയിൻഫുൾ യൂറിനേഷന് നല്ലതാണ്. അതേമാതിരി തന്നെ നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് മൂക്കിലൂടെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. ഓക്കെ, പെയിൻഫുൾ യൂറിനേഷന് നല്ലതാണ്. കൈവേദനകൾക്ക് നല്ലതാണ്. ഡ്രൈ മൗത്തിന് നല്ലതാണ്. കാൽമുട്ട് വേദനയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ നാക്ക് വരണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. എൽബോ പെയിന് നല്ലതാണ്. വിട്ട് വരുന്ന പനിക്ക് നല്ലതാണ്. മുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈമുട്ടിനാണെങ്കിലും ശരി, കാൽമുട്ടിൻ്റേതാണെങ്കിലും ശരി, സ്വെല്ലിങ്ങിന് നല്ലതാണ്. ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ചെസ്റ്റിൽ ഉണ്ടാകുന്ന ഫുൾനെസ്, ചെസ്റ്റിൽ ആൾറെഡി വന്നിട്ട് എന്തോ മറ്റേ നമ്മൾ ആഹാരം നിറയെ കഴിച്ച വയറ് വീർത്തു എന്ന് പറയുന്ന പോലെ ചെസ്റ്റിൽ അതേമാതിരി കംപ്ലീറ്റ് ഫില്ലായി ഇനിയിൽ ഗ്യാപ്പില്ല എന്ന് തോന്നുന്ന മാതിരി ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. കൈകളിലും കാലുകളിലും ഉണ്ടാവുന്ന നീർക്കെട്ട് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. എൽബോയുടെ സ്റ്റിഫ്നെസ്സിന് നല്ല പോയിന്റാണ്. യൂറിൻ ശരിക്കും പോകുന്നില്ല, റിട്ടൻഷൻ ആയിരിക്കുന്നു എങ്കിൽ അതിനും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതിനും നല്ലതാണ്. കാരണം ബ്ലാഡറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇല്ലേ, അതുകൊണ്ട്. പിന്നെയോ മറ്റേ കട്ടിയായിട്ടുള്ള മഞ്ഞ നിറത്തിൽ സ്ഫുടം മറ്റേ കഫം പോകുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ലൊക്കേഷനോ എന്തെങ്കിലും? ഹലോ, ഈ പോയിന്റിൽ കുറച്ചുകൂടി വ്യക്തമായി കാണും. നിങ്ങളുടെ കൈയിൻ്റെ കൈ 90 ഡിഗ്രി മടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വെയിൻ കാണാം. ആ വെയിനിനെ നിങ്ങൾ പിടിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ബോണ് പോലെ തന്നെ നിങ്ങളുടെ ടെൻഡൻ കിട്ടും. ആ ടെൻഡൻ്റെ തള്ളവിരലിൻ്റെ ഭാഗത്തുള്ളത് ലങ് മെറീഡിയനിലെ LU5 എന്നുള്ള പോയിന്റാണ്. അതേമാതിരി മറ്റേ എന്താ പറയുക, ചെറുവിരലിൻ്റെ ഭാഗത്ത് വരുന്ന നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലം വന്നിട്ട് പെരിക്കാർഡിയം ചാനൽ വരുമ്പോൾ നമ്മൾ പഠിക്കും. പെരിക്കാർഡിയം 3 എന്നുള്ള പോയിന്റാണ്. എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത്? ഹലോ നിഖില, ശശികുമാരി മാം, പോയിന്റ് മാത്രം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിക്കണം. നോട്ടെ, ഞാൻ വേറെ ഏതെങ്കിലും നെറ്റിൽ കിട്ടുമോ നോക്കട്ടെ. എന്തുണ്ടെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് LU5 പോയിന്റ് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ക്ലിയർ ഇല്ല. കാണുന്നുണ്ടോ? ആരാ ചോദിച്ചു? പോയിന്റ് കണ്ടുവോ? കണ്ടു സർ, കണ്ടു സർ. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ സർ, താങ്ക് യു. അതായത് നമ്മുടെ നടുവില് ഒരു മിനിറ്റ്, ഇവിടെ ഒരു നീല കളർ വെയിൻ കാണാം. നമ്മൾ കൈ ഒന്ന് മടക്കി കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ ഒരു ബ്ലൂയിഷ് കളറിൽ വെയിൻ നമുക്ക് കാണാം. ഇവിടെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഈ ഭാഗത്തും തള്ളവിരൽ ഈ ഭാഗത്തും വരിക.
ഈ നീല വെയിനെ പിടിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെയോട് ചേർന്നിട്ട് ഒരു ടെൻഡനും കാണാം. ഈ രണ്ട് വശത്തും ഓരോ കുഴിയുണ്ടാവും. ഇത് തള്ളവിരലിൻ്റെ സൈഡിലുള്ള കുഴിയാണ്, ഇത് വന്നിട്ട് ചെറുവിരലിൻ്റെ ഭാഗത്തുള്ള കുഴിയാണ്. ഈ തള്ളവിരലിൻ്റെ താഴെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് LU5. നിങ്ങളൊന്ന് അവിടെ ഒന്ന് അമർത്തി നോക്കൂ. ഈ പറയുന്ന ലൊക്കേഷനിൽ നിങ്ങളൊന്ന് അമർത്തി നോക്കുക. ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് അമർത്തി നോക്കൂ, ഞാൻ ചെയ്യുന്നത് പോലെ. ഉണ്ടോ? വേദനയുണ്ടോ? ഹലോ, ചെറിയ പെയിൻ ഉണ്ട് സർ. അത് തന്നെയാണ് സ്ഥലം. ഓക്കെ, ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പെയിൻ എവിടെയാണോ വരുന്നത് അതാണ് എക്സാക്ട് ലൊക്കേഷൻ. എന്റെ കൈ ആ സൈഡ് എപ്പോഴും വേദനയുണ്ട് സർ. നിങ്ങൾ പ്രായമായില്ലേ, ഇപ്പൊ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ കുറഞ്ഞത് കൊണ്ട് ലങ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസേഷൻ ആവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രായമായവരിൽ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ വേദന ഉണ്ടാവും. ശരി.